കേരളത്തിൽ ഇന്ന് നടത്തിയ ഡീലൊക്കെ എല്ലാവർക്കും അറിയാം. എന്ത് ഡീൽ? ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ഡീലിനെ കുറിച്ച് ഞാൻ പറയട്ടെ, അങ്ങ് പറയണ്ട, അങ്ങേക്ക് ഒരു അവസരം തരാം. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടർ ദിനേശ് മണി എഴുതിയ ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ. ആ പുസ്തകത്തിൽ CPM നേതാക്കന്മാർ സാക്ഷാൽ പിണറായി വിജയൻ എസ്കോട്ടില്ലാതെ RSS BJP നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടന്ന തൃശ്ശൂരിൽ നടന്ന നാടകത്തിന്റെ രക്തസാക്ഷികൾ ഒന്നാണല്ലോ ഇരിക്കുന്നത് സുനിൽകുമാർ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ പറയാം. ഈ നാടകത്തിന് ഞാൻ പറയട്ടെ, ഈ നാടകത്തിന്റെ രക്തസാക്ഷികൾ എവിടെയുണ്ടല്ലോ. നിങ്ങള് എത്ര വലിയ കൂട്ടുകെട്ടുകൾ, എത്ര വലിയ ഡീല് പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഉപരി മറ്റൊന്നുകൂടി ഉണ്ട്. എന്താണ്? ഇന്ന് കേരളത്തിലുടനീളം 200 കോടിയോളം രൂപ പൊതുഖജനാവിലെ പണമെടുത്തിട്ട് നിങ്ങൾ സ്ഥാപിച്ച കുറെ ബോർഡുകളുണ്ട്. ജനങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ സ്റ്റാലിനും ക്രൂസേവിനും ഒക്കെ ഓർമ്മ വരുന്നത്. സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ഒരു ഏകാധിപതി ഇടതു മുന്നണിയെ നയിക്കുന്നു. ഇങ്ങനെ പോയാൽ ഈ കേരളം എന്താകുമെന്നൊരു ഭീതി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായതും വോട്ടായി മാറും. നിങ്ങൾ സംശയിക്കേണ്ട. അതായത് രണ്ടത്താണി പറഞ്ഞ കാര്യം വളരെ തെറ്റാണ്. തൃശ്ശൂരിലെ കാര്യം 2019 തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 2024 ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് 9.76% വോട്ട് കുറഞ്ഞു. 2019 BJP സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാൾ 2024 എത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് 9.65% കൂടി. ഞാൻ പറയട്ടെ, രണ്ടത്താണി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ പിന്നെ ഇടയിൽ ഞാൻ പറയട്ടെ. മൂന്നാമത്തെ കാര്യം 2019 LDF സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ 16,867 വോട്ട് കൂടുതൽ കിട്ടിയ ആളാണ് ഞാൻ. ഞങ്ങൾ കുറഞ്ഞില്ല. നിങ്ങളുടെ വോട്ട് 9.76% കുറഞ്ഞപ്പോ അത് കൂടിയത് BJP സ്ഥാനാർത്ഥിക്കാണ്. അതിന് മറുപടി എന്ന നിലയിൽ നിങ്ങളുടെ KPCC പ്രസിഡന്റിനെ വർക്കിംഗ് പ്രസിഡന്റിനെ നിങ്ങൾ നടപടിയെടുത്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ നിങ്ങൾ നടപടിയെടുത്തു. നിങ്ങളുടെ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവയ്ക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ജോസഫ്? അടുത്ത പോയിന്റ് ഈ കോൺഗ്രസ് ഒരു പരാജയം ഉണ്ടാവുമ്പോൾ കമ്മിറ്റിയിലൊക്കെ ചേഞ്ച് ഉണ്ടാവും, അതൊക്കെ വേറൊരു കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, സുനിൽ കുമാറിനെ അവിടെ തോൽപ്പിച്ചതിന് പിന്നിൽ ഒരു ഡീല് CPM-ഉം BJP ഇപ്പൊ പറഞ്ഞല്ലോ, കരുണാകരന്റെ മകൾ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തൊട്ടു മുമ്പ് എനിക്കെതിരെ ഞാൻ തോൽപ്പിച്ചാണ്. ഇപ്പൊ ആരുടെ സ്ഥാനാർത്ഥിയാ? BJP സ്ഥാനാർത്ഥിയാണ്. യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. ആ ഡീല് നന്നായിട്ട് അറിയുന്ന ആളാണ് നിഷേധിക്കില്ല. കാരണം ഒരു കാര്യം കൂടെ പറയാം, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ടത്താണിയോടും ഇദ്ദേഹത്തോടും ചോദിക്കുന്നു. സുനിൽകുമാർ ഒരു കണക്ക് പറഞ്ഞത് ശരിയാണ് സാർ. ഒരു മിനിറ്റ് പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. 1992 ബാബറി മസ്ജിദ് പൊളിക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരുടെ പ്രധാനമന്ത്രിയാണ്? ഒരു വാക്ക് പറഞ്ഞാൽ മതി. അന്ന് ഈ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു അധികാരവും ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറയാണ്.